ആലക്കോട് വെള്ളിയാഴ്ച രാത്രി 2:20 സംഭവം. സംഘത്തിൽ 5 പേരുണ്ട്. CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മുഖംമൂടി ധരിച്ചാണ് അക്രമികളെത്തിയത്. കൂട്ടത്തിലൊരാൾ വികലാംഗനെന്ന് സംശയിക്കാവുന്ന നിലയിലാണ് ചുവടുകൾ. ചക്കിഴേത്ത് CC ജോൺ എന്ന ആളുടെ വീട്ടിലെ CCTV ക്യാമറയിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. കാർപോർച്ചിലുണ്ടായിരുന്ന കാറിന്റെയും 2 വർഷമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മുറ്റത്ത് പാർക്ക് ചെയ്തിട്ടുള്ള അയൽവാസിയുടെ കാറിന്റെയും പിൻഭാഗത്തെ ചില്ലുകൾ അടിച്ചുടച്ചു. CC ജോർജിന്റെ വീട്ടിലെ ജനാലകളുടെ ഏതാനും ചില്ലുകളും പൊട്ടിച്ചു. സഹോദരങ്ങൾ തമ്മിൽ വസ്തുതർക്കം നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇത് സംബന്ധിച്ച് കോടതിയിൽ കേസുകളും നിലവിലുണ്ട്. വളരെ സംശയം ചോദിച്ചാൽ ഞങ്ങൾക്ക് ശത്രുതയായിട്ട് നിൽക്കുന്നത് ഇവരാണ്. അപ്പോൾ അവരുടെ ഇതൊക്കെ ഉത്തരവാദിത്വത്തിലും ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഒരു സ്റ്റാഫ് പുറത്തു പോയിട്ടുണ്ട്. അവനും ആ വൈരാഗ്യവും ഞങ്ങളെ പല പ്രാവശ്യം ഇവിടെ വഴി തടയുകയും ഉപദ്രവിക്കാനും ഒക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വസ്തു തർക്കമാണ്. അവർക്ക് 29 സെൻറ്റാണ് ഫാദർ കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഞങ്ങൾക്ക് പറഞ്ഞ് ഈ വഴിയും കൂടെ അവർ പേരിൽ കൂട്ടിയെടുത്ത് ഇപ്പോൾ അവരുടെ വസ്തുവാണെന്ന് പറഞ്ഞാണ് ഈ വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ ബലാത്കാരമായിട്ട് ഇട്ടിരിക്കുന്നത്. ആരോപണ വിധേയർ CC ജോർജിന്റെ സഹോദരിയും മരുമകനുമാണ്. ചില്ലുടഞ്ഞ കാറുകളിലൊന്ന് ഇവരുടേതാണ്. CC ജോർജിന്റെ വീട്ടിലേക്ക് സ്വതന്ത്രമായി കയറിപ്പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന നിലയിലാണ് ഇതിന്റെ പാർക്കിംഗ്. ഞങ്ങൾ ക്യാമറ വെച്ചിട്ട് 3-4 ദിവസമേ ഉള്ളൂ. അതിന് മുമ്പേ ഇവർ തന്നെ ഗുണ്ടകളെ വെച്ച് ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ പരിപാടി തുടങ്ങിയത്. മുഖംമൂടി വെച്ച് ഞങ്ങൾ ആരെയും അയച്ചിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷേ ഇത് ആര് ചെയ്യിപ്പിച്ചു, ആര് ചെയ്തു എന്ന് ഞങ്ങൾക്ക് പറയാം. CC ജോർജിന് 15 സെന്റ് ഭൂമിയും ബന്ധുവിന് ഇവിടെ 29 സെന്റ് സ്ഥലവുമാണ് കുടുംബഭാഗമായി കിട്ടിയത്. റീസർവേ കഴിഞ്ഞതോടെ ബന്ധു 7.5 സെന്റ് ഭൂമി അധികമായി കൈവശപ്പെടുത്തിയതായി അടുത്തിടെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ പോര് മൂർച്ഛിക്കുന്നതിന് ഇത് കാരണമായി. അതേസമയം അക്രമ സംഭവങ്ങളിൽ വീട്ടുകാർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. 2 കൂട്ടരും നൽകിയ പരാതിയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ CCTV ദൃശ്യങ്ങളിൽ വികലാംഗനെന്ന് സംശയിക്കുന്ന തരത്തിൽ നീങ്ങുന്ന ആൾ പോലീസിനെ കബളിപ്പിക്കാനായി വൈകല്യം നടിച്ചതാകാനാണ് സാധ്യതയെന്നാണ് വിവരം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.